നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എന്താണ് ഈ എഫ് എഫ് സി എന്ന് കേട്ടാൽ നെറ്റ് ചുളിക്കുന്നവരാണ് അധികവും. അവർ സാത്താൻ സേവകരാണെന്നും ഇല്ലൂമിനാറ്റി ആണെന്നും ഒരു പറ്റം സൈബർ തെമ്മാടുകൾ ആണെന്നും കരുതുന്നവർ നിരവധിയാണ്. പുരോഹിതവർഗത്തിന് സ്വന്തം യുക്തിചിന്തയെ പണയം വെക്കാത്തവരെയാണ് പണ്ട് ഇല്ലൂമിനാറ്റി എന്ന് അറിയപ്പെട്ടിരുന്നത്. അവരെ പുരോഹിതവർഗം സാത്താൻ സേവകർ എന്ന് മുദ്രകുത്തി. അതുപോലെ മലയാളികളുടെ സോഷ്യൽ മീഡിയ സംസ്കാരം ഒരു പറ്റം സൈബർ വരേണ്യവർഗത്തിന്റെ മുന്നിൽ മുട്ടുമടക്കി ഓച്ഛാനിച്ചു നിന്നപ്പോൾ കെട്ടുപാടുകളെ പൊട്ടിച്ചെറിഞ്ഞ് നേരെ നിന്ന് സംസാരിക്കുവാൻ മലയാളികളുടെ സോഷ്യൽ മീഡിയ സംസ്കാരത്തിന്റെ നട്ടെല്ലിന് ഉറപ്പു നൽകിയ ഒരു ഇല്ലൂമിനാറ്റിയാണ് എഫ്.എഫ്.സി. അഭിനവ വരേണ്യവർഗം അവരെ സൈബർ തെമ്മാടികളായും തീവ്രവാദികളായും മുദ്രകുത്തിക്കൊണ്ടേയിരിക്കുന്നു. മലയാളികളുടെ സോഷ്യൽ മീഡിയ കൾച്ചറിനെ എഫ്.എഫ്.സിയോളം സ്വാധീനിച്ച മറ്റൊരു ഗ്രൂപ്പ് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഫ്രീക്കന്മാരും ബുദ്ധിജീവികളും വാണിരുന്ന തുടക്കകാല മലയാളി സോഷ്യൽ മീഡിയ പിന്നീട് ചളിയന്മാർക്കും സ്വയം പ്രഖ്യാപിത ട്രോളന്മാർക്കും വഴിമാറി. പക്ഷേ അവർക്കിടയിൽ നുഴഞ്ഞു കയറിയ ഫ്യൂഡൽ ഫെമിനിസ്റ്റുകളും, അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ പാവാട താങ്ങികളും, സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളും അവരുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ആസ്വദിച്ചിരുന്ന ഗ്രൂപ്പുകളുടെ നിയമം അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളച്ചൊടിച്ചു. അവർ ആ ഗ്രൂപ്പുകൾ അവരുടെ ആരാധനാപാത്രങ്ങളെയും നിലപാടുകളെയും മഹത്വവൽക്കരിക്കുവാനും വിമർശനങ്ങൾക്ക് അതീതമാക്കുവാനും ഉപയോഗിച്ചു. പക്ഷേ ബുദ്ധി ആർക്കും പണയം വെച്ചിട്ടില്ലാത്ത ആളുകൾ അത് ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തവരെ അവർ ബാൻ ചെയ്ത് ഇറക്കിവിട്ടു. തലയ്ക്ക് ഓളമുള്ളവർ എല്ലാവരും അങ്ങനെ പുറത്തായി. പക്ഷേ അവർ എല്ലാവരും ഏകരായിരുന്നു. അവർക്ക് ഒരു നേതാവില്ലായിരുന്നു. അങ്ങനെ അവർക്ക് സംഘടിക്കാൻ കഴിയാതെ അവർ പതിയെ ഉൾവലിഞ്ഞു. പക്ഷെ അവർക്ക് അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല. അവരെ ഒറ്റക്കെട്ടാക്കാൻ, അവർക്ക് വഴികാട്ടാൻ, സംവദിക്കാൻ ഒരു മനുഷ്യൻ വന്നു. ഡാ എന്ന് വിളിച്ചാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് ചാർത്തി ബാൻ കൊടുക്കുന്ന അഡ്മിന്മാരുടെ ഗ്രൂപ്പുകളുടെ ഇടയിലേക്ക് സ്നേഹത്തോടെ OMKV എന്ന് വിളിച്ചുകൊണ്ട് ആണൊരുത്തൻ എഫ്.എഫ്.സി എന്ന ഗ്രൂപ്പുമായി വന്നു. പിന്നീട് നടന്നത് ചരിത്രം. മലയാളികളുടെ സോഷ്യൽ മീഡിയ വൊക്കാബുലറി തന്നെ ഈ ഗ്രൂപ്പ് മാറ്റി എഴുതി. എവിടെയും ഉണ്ടാകുന്നത് പോലെ ഇവിടെയും തമ്മിൽ തല്ലുകൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊന്നും OMKV എന്ന അവസാന ഡയലോഗിനപ്പുറത്തേക്ക് ഒരു പകയായി വളർന്നിട്ടില്ല. സാമൂഹിക വിരുദ്ധർ അവിടെയുമുണ്ട്. പക്ഷെ അവരാരും എഫ്.എഫ്.സി അടവച്ച് വിരിയിച്ചവർ ആണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ ഗ്രൂപ്പിൽ അവരെ ആരും ഒരു പ്രത്യേക പരിഗണന നൽകി സംരക്ഷിക്കുന്നില്ല. ഇവിടെ ആരും ആരുടെയും വീട്ടുകാരെ ചീത്ത പറയുന്നില്ല. അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നവർ മാത്രമല്ല, അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കൂടി കഴിയുന്നവരാണ് അവിടെയുള്ളത്. അവിടെ ആരും പെർഫെക്റ്റ് അല്ല. അവിടെ ക്രിസ്തു മുതൽ കീടാണു വരെ എല്ലാവരും പ്രശംസയ്ക്കും കർശനമായ വിമർശനങ്ങൾക്കും അർഹരാണ്. എല്ലാത്തിനുമുപരി എല്ലാവരും സമന്മാരാണ്. ഇത് പലരെയും അവരുടെ ഇടുങ്ങിയ ചിന്താഗതിയെയും മുറിപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രൂപ്പിലുള്ളവർ പുറത്തുള്ളവർക്ക് ഞരമ്പ് രോഗികളും തീവ്രവാദികളുമാണ്. പക്ഷെ അവർ അറിയുന്നില്ല, അവർക്ക് ഇന്ന് തുറന്ന് വിമർശിക്കുവാൻ ഇന്ന് ഏതെങ്കിലും ഗ്രൂപ്പിൽ സാധിക്കുന്നുണ്ടെങ്കിൽ, മനസ്സറിഞ്ഞ് ബാൻ കിട്ടാതെ തെറി വിളിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അവർക്ക് അതിന് സാധിച്ചത് എഫ്.എഫ്.സി ഉണ്ടാക്കിക്കൊടുത്ത, അല്ലെങ്കിൽ എഫ്.എഫ്.സി നേടിക്കൊടുത്ത മലയാള സോഷ്യൽ മീഡിയ സ്വാതന്ത്ര്യമാണ്. ആർക്കറിയാം, ഒരുപക്ഷെ അവർ വിളിക്കുന്ന തെളികളും അവിടെ ഒരു തമാശ രൂപേണ രൂപം കൊണ്ട സർക്കാസ്റ്റിക് കമന്റുകൾ ആകാം. പക്ഷേ ഇന്ന് ഈ എഫ്.എഫ്.സിക്ക് ആ പഴയ വീര്യമില്ല. ഈ കഴിഞ്ഞതാണ് കഥയുടെ ആമുഖം. ഇനിയാണ് യഥാർത്ഥ കഥ തുടങ്ങുന്നത്. എഫ്.എഫ്.സി നൽകിയ സംഭാവനകളും അധോലോകത്തിൽ റേഞ്ച് പോയി കിടക്കുന്ന മല്ലു സർക്കാസം ക്ലബിനെ പറ്റിയും, കശുവണ്ടി പറിച്ചു മാറ്റിയ കശുവാങ്ങയിൽ മാറ്റിയ കറുത്ത ഹാസ്യ സമൂഹത്തിനെ പറ്റിയും, കുന്നംകുളത്തിനെയും പാരലൽ വേൾഡിനെയും പറ്റിയുമുള്ള കഥകൾ തിരമാല പോലെ പിന്നാലെ വരുന്നു.